ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ബ്രൈഡൽ വർക്കിൻ്റെ രണ്ടാമത്തെ പാർട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഗൗണാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നീളത്തിൽ 4 മടക്കിയ തുണിയാണ് വേണ്ടത്. അനാർക്കിളി സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീളത്തിലാണ് നമ്മൾ തുണി മടക്കുന്നത്. 4 മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ 47 ഇഞ്ചാണെങ്കിൽ 48 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു തുണി എടുക്കുക. 4 മടക്കുമ്പോൾ നമുക്ക് 4 പീസ് കിട്ടും. അങ്ങനെ 3 വട്ടമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 3 × 4 12 പീസ് നമുക്ക് കിട്ടും. അപ്പോൾ മുൻഭാഗത്ത് 6 ബാക്ക് ഭാഗം 6 പാനൽ കട്ടിംഗ് ആയിട്ട് നമുക്ക് വരും. ഇനി നമ്മൾ ഇതൊന്ന് അളന്ന് നോക്കുമ്പോൾ എത്രയാണോ കിട്ടിയത് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ 11 ആണെങ്കിൽ 5.5 വരും. അപ്പോൾ ആ 5.5 അളവിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത്, അതായത് ഫസ്റ്റ് നമ്മുടെ മുകൾ ഭാഗത്ത് അതിൻ്റെ പകുതി കാണണം. അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗം, സെൻറ്ററല്ല മീൻസ് നമ്മുടെ ഷേപ്പിൻ്റെ ആ ഭാഗം, അതായത് ഇവിടെ നമുക്ക് ഷേപ്പ് വരുന്നത് 14.5 ഇഞ്ച്. അത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ചിലർക്ക് 13.5 ആവാം, ചിലവർക്ക് 14.5 ആവാം. ഇനി ചില ആളുകൾക്ക് 15 വരെ നമുക്ക് ഷേപ്പ് അളവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ 14 + 14.5 എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൻ്റെ അവിടെയും സെൻറ്റർ ഭാഗം കണ്ടിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ സെൻറ്റർ ഭാഗം കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണണം കേട്ടോ. എന്നിട്ട് താഴെ ഭാഗത്ത് നമ്മൾ സെൻറ്റർ കൊടുക്കുക. പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോ ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടെ മടക്കിയിട്ട് എല്ലാത്തിനും 2.5 ഇഞ്ചിൽ അങ്ങനെ വെട്ടിയിട്ട് താഴോട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ് അതിൽ കാണുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഒരു ഇത് കിട്ടുന്നില്ല, അതായത് ഒരു വൃത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടാണ് എനിക്ക് വൃത്തി തോന്നിയത്. അപ്പം നമ്മൾ താഴെ ഭാഗം എത്രയാണോ നമുക്ക് വേണ്ടത്, എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത്, ആ ലെങ്ത്തിനോട് 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ താഴെ ഭാഗം അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇപ്പം 46 ആണെങ്കിൽ 48, 44 ആണെങ്കിൽ 46 ഇഞ്ചിൽ നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ 1 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കും ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ നിന്ന് ചെസ്റ്റ് +4 ചെസ്റ്റിലോട്ട് നമ്മൾ 4 കൂട്ടിയിട്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +1 കൊടുത്തിട്ട് കിട്ടണ ഈ അളവാണ് ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് അപ്പുറം ഇപ്പുറം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പം 40 ആണെങ്കിൽ 40 + 44, 44/12 എത്രയാണോ കിട്ടുന്നത് അതിലോട്ട് നമ്മൾ 1 കൂട്ടിയിട്ട് ഉള്ള അളവാണ് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സെൻറ്റർ ഭാഗത്ത് ആ കിട്ടിയ അളവിൽ നിന്നും 1/2 ഇഞ്ച്, അതായത് മുകൾ ഭാഗത്ത് നമ്മൾ 2 സൈഡിൽ അടയാളപ്പെടുത്തിയല്ലോ, 2.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി താഴെ ഭാഗത്ത് നമ്മൾ 2.5 നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയതെങ്കിൽ താഴെ നമ്മൾ 5 ചേർത്ത് കൊടുക്കണം. ഓക്കെ, അതായത് അതിൻ്റെ ഇരട്ടി. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്ലെയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്ത് ചെസ്റ്റ് +4/12 +1 കേട്ടോ. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് സെൻറ്റർ ഭാഗത്തോട്ടാണ് വരയ്ക്കേണ്ടത്. അതല്ലാതെ മുകളിൽ നിന്ന് നമ്മൾ നേരിട്ട് താഴോട്ട് വരയ്ക്കരുത്. മുകൾ ഭാഗത്തു നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് വരയ്ക്കുക, എന്നിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് താഴോട്ട് വരയ്ക്കുക. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ മുകളിൽ നിന്ന് താഴോട്ട് അങ്ങനെ വരച്ചിട്ടൊക്കെയാണ് കാണിക്കുന്നത് അതിൽ. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ,
ആ ഒരു പെർഫെക്ഷൻ എങ്ങനെ വന്നാലും കിട്ടുന്നില്ല. അപ്പോൾ എന്താ ഇവരൊക്കെ ചെയ്യണത്? ഇനി നമ്മൾ വീഡിയോ ഓഫാക്കിയിട്ട് അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നില്ല. പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ, നമ്മളാണെങ്കിൽ ഇതൊരു 100 തവണ ആ ഒരു ഒറ്റ വീഡിയോ തന്നെ കാണും, എന്നിട്ടും ഇത് ശരിയാവത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർ, എൻ്റെ വീഡിയോ കണ്ടിട്ട് തയ്ക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറഞ്ഞു തരാം. എനിക്കിത് പറഞ്ഞു തന്നത് ഇപ്പോൾ ഒരു ടീച്ചറാണ്. അത് ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നത്. ആ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത് ഇങ്ങനെ പറഞ്ഞു തരാത്തതെന്ന് എനിക്കറിയുന്നില്ല. കാരണം എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ അവർക്കും ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് കൊടുത്തിട്ട് അവരത് ചെയ്തിട്ട് അത് ശരിയാവാതെ വരുമ്പോൾ ഉള്ളൊരു സങ്കടം അത് എത്രത്തോളമായിരിക്കും. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇങ്ങനെ എൻ്റെ വീഡിയോ കാണാൻ ഇടയായാൽ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇടയായാൽ, ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ഇടരുത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കണം. അല്ലാഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരുപാട് തവണ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുവരെയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ മുതിർന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെർഫെക്ഷൻ അല്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടാണ്, അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ 4-5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എന്ത് ആവണം, എന്ത് പറ്റില്ല എന്നുള്ളത് നമ്മൾ നോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മുൻധാരണ നമുക്ക് ഉണ്ടാകും. ഇനി നമ്മൾ വരച്ച വരയിലൂടെ നമ്മളത് കട്ട് ചെയ്യുവാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇത് നമ്മൾ നല്ല തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ലൈനിങ് പീസ് നമ്മൾ ലൈൻ കട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതല്ലാതെ നമ്മൾ ഈ ഒരു കട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് 12 പീസ് കിട്ടണമെങ്കിൽ നമുക്ക് 4.5 മീറ്റർ എന്തായാലും വേണം, കയ്യിനും വേണ്ടേ. അപ്പോൾ നമ്മൾ 3 തവണയായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 4.5 മീറ്റർ തുണിയാണ് ഇതിന് നമുക്ക് വേണ്ടത്. പിന്നെ ലൈനിങ് പീസ് അപ്പോൾ നമുക്കൊരു 3 മീറ്റർ കൊണ്ട് നമുക്ക് തികയും കേട്ടോ. കാരണം ലൈൻ കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ സാധാ നമ്മുടെ സ്ലിറ്റ് ഇല്ലാത്ത തുണി ചുരിദാർ ഉണ്ടാവില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ 3 തവണയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് തന്നെ ബാക്കി 2ഉം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ 4 മടക്കാക്കിയിട്ട് നീളത്തിൽ മടക്കിയിട്ട് 4ആയിട്ട് മടക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം വെച്ച് നോക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി. അപ്പുറം ഇപ്പുറം വരുന്ന ആ ഒരു അളവ് കറക്റ്റാണോ നോക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്, ഒന്നും നല്ല സ്പീഡിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഓരോ പീസും ജോയിൻ ചെയ്യാണ്. വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗം നമ്മൾ മുകൾ ഭാഗത്തും താഴെ ഭാഗം അങ്ങനെ വെച്ചിട്ട് നമ്മൾ എല്ലാ പീസും ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരികയാണ്. അതായത് ഒരു ഭാഗത്ത് 6 വെച്ചിട്ട്, മുൻഭാഗത്ത് 6, ബാക്ക് ഭാഗത്ത് 6. അപ്പോൾ ഈ 6 പീസും നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് അളവെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡറും പിന്നെ സാധാ പോലെ പിന്നെ നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ കുറേ ഒന്നും നമുക്ക് വെട്ടിക്കളയാനും ഉണ്ടാവില്ല, തുമ്പും ഉണ്ടാവില്ല. ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ തുമ്പ് വരുന്നത്. അതായത് നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഇത് കൂട്ടി അടിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും തുമ്പുണ്ടാവില്ല. അങ്ങനെ തുമ്പുണ്ടായാൽ നമുക്ക് ആ ഒരു കുത്തിക്കൂടൽ വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക, അതുപോലെ സ്റ്റിച്ചും ചെയ്യുക കേട്ടോ. ഒരളവ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചിലേറൊന്നും
കൂടി പോകരുത് നമ്മുടെ ഈ ഒരു ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഈ ഒരു ഓരോരോ പീസ് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണല്ലോ, അപ്പോൾ അതിൽ നൂല് നന്നായിട്ട് വലിഞ്ഞു പോരാൻ ചാൻസ് ഉള്ള തുണികളുണ്ടാവും. അപ്പോൾ അത് ലോക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യാം. ഫാഷൻ മേക്കറിലൊക്കെ ആണെങ്കിൽ ലോക്ക് ഉണ്ടാവും, അങ്ങനെ ചെയ്യാം. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് അതില്ലല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത്. അങ്ങനെയും നമുക്ക് ഇടാന്നേ, നൂല് വലിഞ്ഞ് പോയി കയ്യോളെങ്കിലും ഇട്ടൂടെ. അപ്പോൾ നമ്മളത് ശ്രമിക്കുക കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഗൗണൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ ഇത് എടുത്ത് ഇടാമല്ലോ. അതുപോലെ ഇങ്ങനത്തെയൊക്കെ ഒരു ഗൗണ് കിട്ടിയാൽ അതിൽ കുറേ ലേസും അല്ലെങ്കിൽ ഗ്ലാസ് വർക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഒട്ടിക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കഴിയുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ നെക്കിനൊക്കെ വർക്ക് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വി നെക്കോ അല്ലെങ്കിൽ മറ്റേ നല്ല ഭംഗിയുള്ള നെക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇട്ടിട്ട് ആളിടയിൽ ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോസ് കുറേശ്ശെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ ലാഗ് ആക്കുന്നില്ല, കുറേ ലെങ്ത്തായിട്ട് പോവുകയാണ് ഇതിങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുകയാണ്. എല്ലാതും ഇങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾ പോവാട്ടോ. എന്നിട്ട് ഇനി അളവെടുത്ത് കട്ട് ചെയ്യുന്നത് അടുത്ത പാർട്ടിൽ ഞാൻ കാണിക്കാം. അതല്ലെങ്കിൽ വീഡിയോ അധികമായിട്ട് ലെങ്ത്തായിട്ട് പോകും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.